ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമെന്ന് ഹൈക്കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ടെന്നും ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായി നിലപാടെടുത്തിരിക്കുകയാണ്. ഇത് നിസ്സാരമായി കാണാനാവില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു വലിയ സംഘത്തിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പോറ്റിയുടെ ഉദ്ദേശത്തിൽ സംശയമുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ദേവസ്വം ഭരണസമിതി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ഉദ്യോഗസ്ഥർ എന്നിവരുടെ ആശയവിനിമയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും SIT സംഘം കടക്കണം. 2 വർഷത്തെ കത്തിടപാടുകൾ അന്വേഷിക്കണം. 500 ഗ്രാം സ്വർണം എവിടെ പോയി എന്ന് കൃത്യമായി ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അറിയാമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കൃത്യതയോടെയും സുതാര്യതയോടെയും അന്വേഷണം മുന്നോട്ട് പോകണം. എല്ലാ രേഖകളും പരിശോധിച്ചതിന് ശേഷമായിരിക്കണം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഈ അന്വേഷണം കേരള പോലീസിൻ്റെ വിശ്വാസ്യതയെ മാത്രമല്ല ഹൈക്കോടതിയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ദിവസങ്ങളോളം വൈകിപ്പിച്ചത് വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിയാണെന്ന് BJP മുൻ പ്രസിഡന്റ് K. സുരേന്ദ്രൻ വ്യക്തമാക്കുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റായ A. പത്മകുമാറും അന്നത്തെ പ്രസിഡന്റായിരുന്ന വാസുവും അറിഞ്ഞുകൊണ്ടാണ് ശബരിമലയിൽ ഈ സ്വർണ്ണ മോഷണം നടന്നതെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായ വിവരമുണ്ടെന്നും അദ്ദേഹം പറയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെയും സന്തത സഹചാരിയും വിശ്വസ്തനുമായ പത്മകുമാറിന് ഈ കൊള്ളയിൽ വ്യക്തമായ പങ്കുണ്ട്. ശബരിമലയിൽ നടന്നത് ഒരു ഒറ്റപ്പെട്ട മോഷണമല്ല, മറിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ആസൂത്രിതമായി കൊള്ളയടിക്കാനുള്ള വലിയ പദ്ധതിയുടെ ഭാഗമാണ്. പത്മകുമാറും വാസുവും അറിഞ്ഞുകൊണ്ട് കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അതിനു മുകളിലുള്ള നേതാക്കന്മാർ അറിയാതെ ഇത് സംഭവിക്കുകയുമില്ല. ടിപ്പു സുൽത്താൻ പരസ്യമായാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചത് എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ തൻ്റെ അനുയായികളെ ഉപയോഗിച്ച് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയാണ്. ഈ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണം മാത്രമല്ല, മൊത്തത്തിലുള്ള സമ്പത്ത് കൊള്ളയടിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. ഈ കേസിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന അന്വേഷണം പൂർണ്ണമായും അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ്. പരൽ മീനുകളെ മാത്രം പിടിച്ച് വമ്പൻ സ്രാവുകളെ രക്ഷപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ കേസിൻ്റെ അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം. കാരണം ഈ കേസിൽ ഉൾപ്പെട്ട ഉന്നത രാഷ്ട്രീയ നേതാക്കളെ സംസ്ഥാന ഏജൻസികൾക്ക് തൊടാൻ കഴിയില്ല എന്നും സുരേന്ദ്രൻ വ്യക്തമാക്കുകയാണ്.